എന്നെ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ എൻ്റെ ചാനലിൻ്റെ പേര് താഴെ എഴുതി കാണിച്ചിട്ടുണ്ട്. വലത് ഭാഗത്തായിട്ട് കറുത്തയിൽ സബ്സ്ക്രൈബ് എന്ന് എഴുതിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതൊന്ന് പ്രസ് ചെയ്ത് ഓൾ ബട്ടണും കൂടി കൊടുത്താൽ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ വരും. മിസ് ചെയ്യാതിൻ്റെ വീഡിയോ കാണാനും പറ്റും കേട്ടോ. അപ്പോൾ ഇന്ന് ചെയ്യാൻ പോകുന്നത് എൻ്റെ പ്രഗ്നൻസി ഡെലിവറി സ്റ്റോറിയാണ്. അപ്പോൾ ഇത് ചെയ്യണോ വേണ്ടിയെന്ന് ഞാൻ കുറേ ആലോചിച്ചതാണ് കേട്ടോ. അപ്പോൾ ഇങ്ങനെ എനിക്ക് ഇതിനെക്കുറിച്ച് നിങ്ങളോട് പറയാനും എനിക്ക് കുറേ ഞാൻ വന്ന വഴികൾ കുറേ ഉണ്ട് കേട്ടോ. കുറേ അധികം കാര്യങ്ങളൊക്കെ ചെയ്തതിന് ശേഷമാണ് എനിക്ക് അങ്ങനെ ഒരു കുഞ്ഞിനെ കിട്ടിയത്. അപ്പോൾ അതിൽ കുറേ കാര്യങ്ങൾ നിങ്ങളോട് എനിക്ക് പറയാനുണ്ട്. പക്ഷേ ഞാൻ വിചാരിച്ചു, ഞാനിപ്പോൾ ഡെലിവറി കഴിഞ്ഞിട്ട് ഏകദേശം ഒരു 1.5 വർഷമായി. അപ്പോൾ ഞാൻ വിചാരിച്ചു കുറേയൊക്കെ അധികം നിങ്ങളോട് പറയാൻ ചിലതൊക്കെ ഞാനൊന്ന് മറന്നു പോയിട്ടുണ്ട്. അപ്പോൾ നിങ്ങളോട് പറയണോ വേണ്ടേ അങ്ങനെയൊക്കെ കുറേ ആലോചിച്ചു. അപ്പോൾ ഞാനിങ്ങനെ ഫ്രണ്ടിനെ വിളിച്ചപ്പോൾ അവളും ഇപ്പോൾ ഈ ഒരു ഇതിലേക്ക് കടന്നിരിക്കുകയാണ്. അവൾ പ്രഗ്നൻ്റാണ്. അപ്പോൾ ആ ഒരു ഞാൻ കടന്നു പോയ വഴികളിലൊക്കെ അവൾക്ക് ചെറിയ പ്രശ്നങ്ങളുണ്ട്. അപ്പോൾ അവളിങ്ങനെ യൂട്യൂബിലൊക്കെ നോക്കുന്ന സമയത്ത് ഇങ്ങനെ ഒരു വീഡിയോസും അങ്ങനെ വലുതായിട്ട് ഇതിനെക്കുറിച്ചുള്ള സെർച്ച് ചെയ്യുന്ന അത് വലുതായിട്ടൊന്നും ഇല്ല എന്നാണ് അവൾ പറഞ്ഞത്. അപ്പോൾ നിൻ്റെ ഈ കാര്യങ്ങളൊക്കെ നീ യൂട്യൂബിൽ ഇടുകയാണെങ്കിൽ അത് ബാക്കി കാണുന്നവർക്ക് ഭയങ്കര അധികം യൂസ്ഫുൾ ആയിരിക്കും. അങ്ങനെ ആരെങ്കിലുമൊക്കെ ആ ഒരു വഴിയിലൂടെ പോകുന്നുണ്ടെങ്കിൽ അവർക്ക് ഭയങ്കര അധികം യൂസ്ഫുൾ ആയിരിക്കും. അത് സെർച്ച് ചെയ്ത് നോക്കുന്ന സമയത്ത് നമ്മളും ഇതൊക്കെ കടന്നിട്ടാണ് വന്നതെന്ന് പറയുമ്പോൾ അവർക്ക് ഭയങ്കര അധികം അതൊരു ഹെൽപ്ഫുള്ളും ആശ്വാസമൊക്കെ ആയിരിക്കും. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഈ ഒരു വീഡിയോ ചെയ്യാൻ തീരുമാനിച്ചത്. അവൾ പറഞ്ഞതുകൊണ്ട് മാത്രമാണ് കേട്ടോ. അപ്പോൾ അവളുടെ പേര് സൂര്യ എന്നാണ്. അങ്ങനെ നമ്മൾ ഇന്നലെ സാധാ രീതിയിൽ സംസാരിച്ചതിനിടയ്ക്കാണ് അവളത് പറഞ്ഞത്. അപ്പോൾ നമ്മുടെ ഡെലിവറി സ്റ്റോറിയിലേക്ക് പോകാം. അപ്പോൾ ആദ്യമായിട്ട് ഞാൻ ടെസ്റ്റ് ചെയ്യുന്നത് ജനുവരി 7-നാണ് കേട്ടോ. ടെസ്റ്റ് ചെയ്തപ്പോൾ അതിൽ പോസിറ്റീവ് കാണിച്ചു. ആദ്യമായിട്ട് ചെയ്യുന്നത് അന്നല്ല, ഞാൻ അതിന് 2 ദിവസം മുമ്പ് പ്രഡിക്റ്റ് ചെയ്തിട്ടുള്ളത് കൊണ്ട് അറിയാനൊരു ആകാംക്ഷ കൊണ്ട് നോക്കിയായിരുന്നു. അപ്പോൾ അതിൽ ഒരു ലൈനാണ് കേട്ടോ കാണിച്ചത്. കുറേ സമയം ഞാൻ അവിടെ ടേബിളിൻ്റെ പുറത്ത് വെച്ചിട്ട് ഞാൻ എവിടെയൊക്കെ പോയിട്ട് വന്നപ്പോൾ ചെറുതായിട്ടൊരു ഫെയിൻറ്റ് ലൈൻ കാണിച്ചു. അപ്പോൾ എനിക്ക് ഡൗട്ടായി. അപ്പോൾ ഞാൻ വിചാരിച്ചു, ഞാൻ ഇങ്ങനെ കുറേ യൂട്യൂബിലൊക്കെ നോക്കിയപ്പോൾ പറഞ്ഞു കുറേ സമയം കഴിയുമ്പോൾ അവിടെ ഒരു ഫെയിൻറ്റ് ലൈൻ കാണിക്കുന്നു പറഞ്ഞു. ഞാൻ വിചാരിച്ചു ഓക്കെ അങ്ങനെ ആയിരിക്കും എന്ന്. അങ്ങനെ ഞാൻ അതവിടെ കളഞ്ഞു. അത് കഴിഞ്ഞൊരു 2 ദിവസം കഴിഞ്ഞു. പീരീഡ്സ് വരുന്ന ദിവസത്തിലായില്ല. അപ്പോൾ അതിൻ്റെ പിറ്റേ ദിവസം ഞാൻ ടെസ്റ്റ് ചെയ്ത് നോക്കി. അപ്പോൾ ചെയ്ത് നോക്കിയപ്പോൾ മുമ്പേ ചെയ്തത് ഒരു ഈവനിങ് ടൈമൊക്കെ ആയിരുന്നു. അപ്പോൾ ഞാൻ ഏറ്റവും രാവിലത്തെ ആ ഒരു സമയത്ത് ചെയ്ത് നോക്കി കേട്ടോ. അപ്പോൾ എനിക്ക് ആയിരുന്നു വന്നത്. ആ സമയത്ത് ഞാൻ നെടുമങ്ങാട് DH എന്ന് പറയുന്ന ഒരു പാർലറിൽ പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു കേട്ടോ. സ്റ്റാഫായിട്ട് പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു. അങ്ങനെ ഉടനെ ഞാൻ അവിടേക്ക് വിളിച്ച് പറഞ്ഞു ഇങ്ങനെ പോസിറ്റീവാണ് എന്നൊക്കെ പറഞ്ഞു. അങ്ങനെ എന്നിട്ടും ഒരു ടെൻഷനാണ് കേട്ടോ. ഇതങ്ങനാണോ അതോ അല്ലയോ, നമ്മൾ ഫസ്റ്റ് ചെയ്യുന്നതുകൊണ്ട് നമുക്ക് ഭയങ്കര അധികം ടെൻഷനായിരിക്കും. അങ്ങനെ ഞാനിത് എൻ്റെ ഹസ്ബൻഡിന് പങ്കുന്നാണ് കേട്ടോ വിളിക്കണം. ഇനി ഈ ഒരു കഥാപാത്രം ഇടയ്ക്കിടയ്ക്ക് വരുന്നത് കൊണ്ട് അപ്പോൾ ഞാൻ അങ്ങനെ അങ്ങ് പറയാം. അപ്പോൾ ഈ ഒരു കാർഡ് കൊണ്ട് കാണിച്ചു. അപ്പോൾ നമുക്ക് വലിയ പിടിയൊന്നുമില്ല. അങ്ങനെ വൈകിട്ട് നമ്മൾ ഡോക്ടറിന് അപ്പോയിൻമെൻറ്റ് എടുത്തു കേട്ടോ. റൂമിൽ നെടുമങ്ങാട് ഹോസ്പിറ്റലിൽ പാർവതി എന്ന് പറയുന്ന ഒരു ഡോക്ടറായിരുന്നു കണ്ടിട്ടുള്ളത്. അപ്പോൾ നമ്മൾ അപ്പോയിൻമെൻറ്റ് എടുത്തിട്ട് ഈവനിങ് അവിടെ ചെന്നു. എന്നിട്ട് നമ്മൾ കാര്യങ്ങൾ പറഞ്ഞ് കാർഡ് കാണിച്ചു. അപ്പോൾ പറഞ്ഞു ചെറിയൊരു ഫെയിൻറ്റ് ലൈനായിട്ട് ഒന്ന് കാണിച്ചത് ചെറുതായിട്ടേ ഉണ്ടായിരുന്നുള്ളൂ. അത് എയർലി ആയിട്ട് നേരത്തെ നമ്മൾ ടെസ്റ്റ് ചെയ്തുകൊണ്ടാണ് അങ്ങനെ വന്നത്. അപ്പോൾ അവർ പറഞ്ഞു എന്തായാലും നമുക്കൊരു ബ്ലഡ് ടെസ്റ്റ് ചെയ്ത് നോക്കാം, അപ്പോൾ കറക്റ്റായിട്ടും അറിയാൻ പറ്റും. അങ്ങനെ പോയി ബ്ലഡ് ടെസ്റ്റ് ചെയ്തു. അതൊരു 2 മണിക്കൂറോ മറ്റോ കഴിഞ്ഞിട്ടേ കിട്ടുള്ളൂ. അപ്പോൾ ഇനി വീട്ടിൽ വന്നു. അപ്പോഴും ഒരു ടെൻഷനാണ്, ഇനി അല്ലേ ആണോ അങ്ങനെ ടെൻഷൻ ആയിക്കൊണ്ടേയിരുന്നു. അപ്പോൾ 2 മണിക്കൂർ കഴിഞ്ഞപ്പോൾ റിസൾട്ട് വന്നു, പോസിറ്റീവ് ആണെന്ന് പറഞ്ഞു. അപ്പോൾ എന്തായാലും അപ്പോഴൊന്നും സ്കാനിങ് ഇല്ല. സ്കാനിങ് നമ്മൾ ഇയർലിയിലാണല്ലോ നോക്കിയത്. അപ്പോൾ സ്കാനിങ് ഒരു 2 ആഴ്ചയൊക്കെ കഴിഞ്ഞിട്ട് 24-ാം തീയതിയാണ് ഞാൻ ആദ്യമായിട്ട്, ജനുവരി 24-ാം തീയതിയാണ് ഞാൻ ആദ്യമായിട്ട് സ്കാൻ എടുക്കുന്നത് കേട്ടോ. അപ്പോൾ അതിൽ പ്രത്യേകിച്ച് പ്രശ്നങ്ങളൊന്നുമില്ല. FHR ഒക്കെ നോർമലായിരുന്നു. എല്ലാം 6 വീക്കും 4 ഡേയ്സും ഉണ്ടായിരുന്നു. അന്ന് എനിക്ക് ഒരു പ്രശ്നവും ഒന്നുമില്ലായിരുന്നു കേട്ടോ. അപ്പോൾ വളരെയധികം ഹാപ്പി ആയിരുന്നു. നമ്മൾ സ്കാനൊക്കെ ചെയ്ത് ഹാർട്ട് ബീറ്റൊക്കെ അറിഞ്ഞ് ഡോക്ടറെയൊക്കെ കാണിച്ചു. പിന്നെ മെഡിസിനൊക്കെ ആദ്യം മുതലേ തന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. വൈറ്റമിൻ്റെ കാൽസ്യത്തിൻ്റെ ഗുളികയും വേറെ ഏതോ 2 ഗുളികയും തന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതൊക്കെ കഴിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ഇതാണ് എൻ്റെ ഫസ്റ്റ് സ്കാനിങ്. അങ്ങനെ ദൈവം സഹായിച്ച ഒരു പ്രശ്നങ്ങളും ഇല്ലായിരുന്നു. നമ്മൾ വീട്ടിൽ വന്നു. അങ്ങനെ കഴിഞ്ഞ് പോയിക്കൊണ്ടേയിരിക്കുകയാണ്. അപ്പോൾ അത് കഴിഞ്ഞ് ജനുവരി 24-ാം തീയതിയാണ് ആദ്യത്തെ സ്കാൻ ചെയ്തത്. പിന്നെ രണ്ടാമതാണ് ജനുവരി 30-ാം തീയതിയാണ് രണ്ടാമത്തെ സ്കാൻ എടുക്കുന്നത്. അപ്പോൾ രണ്ടാമത്തെ സ്കാൻ എടുക്കാനുണ്ടായ സാഹചര്യം, ഉടനെ തന്നെ എടുക്കാനുണ്ടായ സാഹചര്യം എന്ന് വെച്ചാൽ എനിക്ക് ചെറിയ രീതിയിലൊരു സ്പോട്ടിങ് പോലെ ബ്ലീഡിങ് കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതെന്താണ് ഇങ്ങനെ വരുന്നതെന്ന് ഒരു സംശയം തോന്നി. നോർമലി നമുക്ക് പീരീഡ്സ് ടൈമിൽ അങ്ങനെ ഒരു ബ്ലീഡിങ്ങോ അല്ലെങ്കിൽ പീരീഡ്സോ അങ്ങനെയൊന്നും നമുക്ക് നമ്മുടെ പ്രഗ്നൻറ്റ് സമയത്ത് അങ്ങനെയൊന്നും വരില്ലല്ലോ. അപ്പോൾ അങ്ങനെ ഒരു ഇത് കണ്ടപ്പോൾ ചെറിയൊരു സംശയം തോന്നി. ഉടനെ നമ്മൾ ഡോക്ടറെ വിളിച്ചു, ചെല്ലാൻ പറഞ്ഞു. അങ്ങനെ അന്ന് തന്നെ സ്കാനിങ് എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ എനിക്ക് ചെറുതായിട്ട് ഒരു 5.2 mm അത്രയും ഒരു ക്രോണിക് ഹെമറേജ് എന്ന് എഴുതിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അത്രയും ഒരു ചെറിയ രീതിയിലുള്ള ബ്ലീഡിങ് ഉണ്ട് എന്ന് പറഞ്ഞു. അതിനുള്ള ഇഞ്ചക്ഷൻ നമ്മൾ നെടുമങ്ങാട് ഹോസ്പിറ്റലിലാണ് കാണിച്ചുകൊണ്ടിരുന്നത്. അവിടുത്തെ ഡോക്ടറെയായിരുന്നു കാണിക്കുന്നത്. അപ്പോൾ അവിടെ ചെന്ന് ഇഞ്ചക്ഷൻ എടുത്തു.
എനിക്കിങ്ങ് വീട്ടിൽ വന്നു, കുഴപ്പമൊന്നുമില്ല. പിന്നെ എന്തോ ഒരു ഗുളികയും തന്നു കേട്ടോ. അപ്പോൾ അതൊക്കെ കഴിച്ചാൽ മതി, കുഴപ്പമൊന്നുമില്ല എന്ന് പറഞ്ഞു. അങ്ങനെ സേഫായിട്ട് വീട്ടിൽ വന്നു. അങ്ങനെ ജനുവരി അങ്ങനെ കഴിഞ്ഞു, ഫെബ്രുവരിയും കഴിഞ്ഞു, പ്രത്യേകിച്ച് പ്രശ്നങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. അങ്ങനെ മാർച്ചായി കേട്ടോ. അപ്പോൾ മാർച്ച് ആവുന്ന സമയത്ത് എനിക്ക് അന്ന് നമ്മൾ തലേ ദിവസം ഫിലിമിനൊക്കെ പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഫിലിമിനൊക്കെ പോയിട്ട് വന്നിട്ട് പിറ്റേ ദിവസമായപ്പോൾ എനിക്കെന്തോ ഭയങ്കര, ഞാൻ കുളിച്ചിട്ട് വൈകിട്ട് ഞാൻ ഇങ്ങനെ കുളിച്ചിട്ടൊക്കെ റൂമിൽ നിൽക്കുകയാണ്, തല തോർത്തിക്കൊണ്ടോ അങ്ങനെ എന്തോ നിൽക്കുകയാണ്. അപ്പോൾ ആ സമയത്ത് എനിക്കെന്തോ ഇങ്ങനെ നനവ് പോലെ ഫീൽ ചെയ്തു കേട്ടോ. തറ ഫുള്ളിങ്ങനെ എന്തോ ഒരു നനവ്. അപ്പം നമ്മളിങ്ങനെ പ്രതീക്ഷിക്കുന്നില്ല പീരിയഡ്സ് വരുന്നോ അല്ലെങ്കിൽ ബ്ലീഡിങ് ആവുന്നോ ഒന്നും പ്രതീക്ഷിക്കുന്നില്ല. അപ്പോൾ ഇങ്ങനെ നിന്നപ്പോൾ എന്തോ ഒരു നനവ്. അങ്ങനെ ഞാൻ ഫുള്ള് നോക്കിയ സമയത്ത് ഞാനിങ്ങനെ വരുന്ന വഴികളിൽ ഇങ്ങനെ ബ്ലീഡിങ് ആയിക്കൊണ്ടേയിരിക്കുകയാണ്. അപ്പോൾ പെട്ടെന്ന് അങ്ങ് സ്റ്റക്കായിട്ട് അവിടെ നിന്നു. എന്താണ് സംഭവിക്കുന്നതെന്നൊന്നും അപ്പോൾ എനിക്ക് അറിയുന്നുണ്ടായിരുന്നില്ല. അങ്ങനെയാണ് ഞാൻ ഉടനെ വങ്ങൂനെ കോൾ ചെയ്തു. ഇങ്ങനെയാണ്, നല്ല ബ്ലീഡിങ് ഉണ്ടെന്ന് പറഞ്ഞു. അങ്ങനെ അപ്പോൾ ഒരു ഏകദേശം 7-8 മണിയായി കാണും കേട്ടോ. മാർച്ചിലാണിത് നടക്കുന്നത്, മാർച്ച് ആദ്യം. അപ്പോൾ അങ്ങനെ ഹോസ്പിറ്റലിലേക്ക് ചെന്നു. ഹോസ്പിറ്റലിൽ ചെന്നതിന് ശേഷം രാത്രി ആയതുകൊണ്ട് തന്നെ അവിടെ ഡോക്ടർ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. നമ്മൾ കാണിക്കുന്ന ഡോക്ടറൊന്നും അന്ന് അവിടെ ഇല്ലായിരുന്നു. അപ്പോൾ അവർ പറഞ്ഞു, വിളിച്ചപ്പോൾ ഡോക്ടർ പറഞ്ഞു, നേരെ നിങ്ങൾ ലേബർ റൂമിലേക്ക് പോയാൽ മതി, അവിടെ ഡ്യൂട്ടി ഡോക്ടർമാർ കാണും, ഞാൻ വിളിച്ച് പറഞ്ഞേക്കാമെന്ന് പറഞ്ഞു. അങ്ങനെ നമ്മൾ നേരെ അങ്ങോട്ട് ചെല്ലുകയാണ്. അപ്പോൾ അവർ ചെക്ക് ചെയ്തപ്പോൾ നല്ലതായിട്ട് ബ്ലീഡിങ് ഉണ്ട്. അങ്ങനെ അവിടെ കിടത്തുകയാണ്, ലേബർ റൂമിൻ്റെ അകത്ത് കിടത്തി കുറച്ച് നേരം ഒന്ന് വെയിറ്റ് ചെയ്യൂ, പെയിൻ എന്തെങ്കിലും ഉണ്ടെങ്കിൽ പറയാൻ പറഞ്ഞു. അങ്ങനെ ഞാൻ കുറേ നേരം ഇങ്ങനെ കിടന്നു, ഭയങ്കരധികം ടെൻഷനുണ്ട് കേട്ടോ. അപ്പോൾ കൂടെ പങ്കുവിൻ്റെ അമ്മയും അച്ഛനും ഒക്കെ ഉണ്ടായിരുന്നു. അതിന് ഞാനവിടെ കുറേ സമയം, ഒരു 2 മണിക്കൂറോളം ആ ലേബർ റൂമിൻ്റെ അകത്ത് കിടക്കുന്നുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അപ്പുറത്തൊരു ചേച്ചി ബേബിയൊക്കെ ആയിട്ട് കിടക്കുന്നു. അപ്പോൾ വേറെ ഒരാൾ അതിൻ്റെ അപ്പുറത്ത് കുറച്ച് പെയിനൊക്കെ ആയിട്ട് കിടക്കുന്നു. അപ്പോൾ ഇതൊക്കെ കാണുമ്പോൾ എനിക്ക് ഭയങ്കരധികം ടെൻഷനും ഉണ്ട്. എന്നാൽ അയ്യോ എന്തായിരിക്കും നടക്കുന്നതെന്നൊരു എല്ലാ ടെൻഷനും കൂടി ചേർന്നിട്ടാണ് അവിടെ കിടക്കുന്നത്. അപ്പോൾ 2 മണിക്കൂർ കഴിഞ്ഞിട്ട് നേഴ്സ് വന്ന് പറഞ്ഞു, പെയിനൊന്നും തോന്നുന്നില്ലല്ലോ, എന്നാൽ നമുക്ക് വാർഡിലേക്ക് ഷിഫ്റ്റ് ആക്കാമെന്ന് പറഞ്ഞു. അങ്ങനെ നമ്മൾ വാർഡിലേക്ക് പോവുകയാണ്. അങ്ങനെ അന്ന് രാത്രി ഫുള്ള് ഞാനും ഉണ്ടായിരുന്നു, പങ്കുവിൻ്റെ അമ്മ ഉണ്ടായിരുന്നു. നമ്മൾ രണ്ടും കൂടി വാർഡിൽ കിടക്കുകയാണ്. അപ്പോൾ പിറ്റേ ദിവസം രാവിലെ മാത്രമേ ഡോക്ടർ വരുള്ളൂ, ഞാൻ കാണിക്കുന്ന ഡോക്ടർ വരുള്ളൂ. അപ്പോൾ ആ ഡോക്ടറെ കണ്ടിട്ട് ഡോക്ടർ ബാക്കി കാര്യങ്ങൾ പറയാമെന്ന് പറഞ്ഞു. അങ്ങനെ നമ്മളിങ്ങനെ അന്നത്തെ രാത്രി ഫുള്ള് എനിക്ക് ടെൻഷനായിരുന്നു. അപ്പോൾ രാവിലെ ഡോക്ടർ വരും, ഏതോ സിസേറിയനോ എന്തോ ഉണ്ട്, അപ്പോൾ രാവിലെ വരും. അപ്പോൾ രാവിലെ ലേബർ റൂമിൽ ചെല്ലാനും പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ ഒരു ടെൻഷനിൽ ഞാനിങ്ങനെ കിടക്കുകയാണ്, ഉറക്കമൊന്നും വരുന്നുണ്ടായിരുന്നില്ല, എന്തായിരിക്കും അങ്ങനെ പറഞ്ഞ് ഇങ്ങനെ നല്ല ബ്ലീഡിങ്ങും ഉണ്ട്. അപ്പോൾ അങ്ങനെ കിടക്കുകയാണ്. അപ്പോൾ രാവിലെ ആയപ്പോൾ ഇവിടെ നിന്ന് അമ്മ വന്നു കേട്ടോ. രാവിലത്തെ ബസ്സിന് അമ്മ ഇവിടെ നെടുമങ്ങാട് ഹോസ്പിറ്റലിൽ വന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ നമ്മളെല്ലാം കൂടി ലേബർ റൂമിലേക്ക് പോയി. അപ്പോൾ ചെക്ക് ചെയ്തു, കാര്യമായിട്ടുള്ള ബ്ലീഡിംഗ് ഒന്നും ഉണ്ടായിരുന്നില്ല. അപ്പോൾ അവർ പിന്നെ വാർഡിൽ വന്നതിന് ശേഷം ഇഞ്ചക്ഷൻ എടുത്തു, പതുക്കെ കുറയുമെന്ന് പറഞ്ഞു കേട്ടോ. അപ്പോൾ കുറച്ച് ആശ്വാസമായി, പ്രശ്നമൊന്നുമില്ല, വേറെ പ്രശ്നങ്ങളൊന്നും ഇല്ല എന്ന് പറഞ്ഞു ചെക്ക് ചെയ്തിട്ട്. അങ്ങനെ ഇങ്ങനെ കിടന്നു. പിറ്റേ ദിവസമായപ്പോൾ ഇതുപോലെ ഭയങ്കര അധികം ബ്ലീഡിങ് എനിക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റാവുന്ന വലിയ ബിഗ് പീസസ് ആയിട്ടാണ് ബ്ലീഡിങ് ഇങ്ങനെ വന്നുകൊണ്ടേയിരിക്കുന്നത്. അപ്പോൾ എന്ത് ചെയ്യണം എന്നറിയില്ല. പിന്നെ ഡോക്ടറിനെ നഴ്സുമാരെ വിളിച്ചു കേട്ടോ. അപ്പോൾ ഡോക്ടർ പറഞ്ഞു, നമുക്ക് എന്നാൽ ഒരു ടെസ്റ്റ് ഉണ്ട്, LA സ്ക്രീൻ ടെസ്റ്റ് ചെയ്ത് നോക്കാമെന്ന് പറഞ്ഞു. അപ്പോൾ അത് നമ്മൾ മെഡിക്കൽ കോളേജ് ലാണ് ഇത് വിടുന്നത്. അപ്പോൾ 2 ദിവസം കഴിഞ്ഞിട്ടേ ഇതിൻ്റെ റിസൾട്ട് കിട്ടുള്ളൂ എന്ന് പറഞ്ഞു. ഏകദേശം ഒരു മാർച്ച് 2 തൊട്ട് ഒരു മാർച്ച് 6 വരെയൊക്കെ നമ്മൾ ആ ഹോസ്പിറ്റലിൽ തന്നെ ആയിരുന്നു കേട്ടോ. അപ്പോൾ അവർ 2 ദിവസം നമ്മൾ വെയിറ്റ് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അങ്ങനെ ആ ടെസ്റ്റ് രാവിലെയാണ് പോയി എടുക്കുന്നത് കേട്ടോ. രാവിലെ കൊടുത്തിട്ട് വന്നു, ഒരു ഉച്ചയൊക്കെ ആയപ്പോൾ എനിക്ക് ലേസ് കഴിക്കാനായിട്ട് ഭയങ്കര ആഗ്രഹം. അങ്ങനെ ഞാൻ ലേസ് വേണം എന്നൊക്കെ പറഞ്ഞു. അങ്ങനെ ലേസൊക്കെ വാങ്ങിക്കൊണ്ട് വന്നു. ഞാൻ കഴിച്ച് ഒരു കുറച്ച് സമയം കഴിഞ്ഞപ്പോൾ എനിക്ക് ഭയങ്കര അധികം വയറുവേദന വന്നു കേട്ടോ. ഭയങ്കര വയറുവേദന എന്ന് വെച്ചാൽ സഹിക്കാൻ വയ്യാത്ത വയറുവേദന, ബാത്റൂമിൽ പോകണം, ഛർദ്ദിൽ, അങ്ങനെ എല്ലാം കൂടെ മിക്സായിട്ട് വന്നു കേട്ടോ. അപ്പോൾ നഴ്സുമാരൊക്കെ വന്നു. അപ്പോൾ അവർ പറഞ്ഞു, ചിലപ്പം അബോർഷൻ ആയിരിക്കാം, അതുകൊണ്ടായിരിക്കും ഇത്രയും ബ്ലീഡിംഗ് ഒക്കെ വന്നതല്ലേ, ചിലപ്പോൾ അതിന് ഇതുപോലെ ഭയങ്കര അധികം വേദന വരും എന്ന് പറഞ്ഞു. അപ്പോൾ എന്തായാലും നിങ്ങൾ കുറച്ച് വെയിറ്റ് ചെയ്യൂ, ചിലപ്പോൾ അങ്ങനെ ആയിരുന്നാലും എല്ലാം ദൈവത്തിൻ്റെ ഇതല്ലേ, അപ്പോൾ അത്രയേ ഉള്ളൂ എന്നൊക്കെ പറഞ്ഞു. അതിനുശേഷം ട്രിപ്പിട്ട് കുറച്ച് സമയം കഴിഞ്ഞപ്പോൾ എനിക്കെന്തോ വേദന പതിയെ കുറഞ്ഞു വരുന്നതായിട്ട് തോന്നി കേട്ടോ. പിന്നെ വേദന തീരെ ഇല്ലാണ്ടായി. അപ്പോൾ എനിക്ക് സംഭവം എന്ന് വെച്ചാൽ ആ ലേസ് കഴിച്ചതിൻ്റെ എന്തോ ഒരു പ്രശ്നമായിരുന്നു അപ്പോഴും ഉണ്ടായിരുന്നത്, അല്ലാതെ വേറെ പ്രശ്നമൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പോൾ അതിൻ്റെ പിറ്റേ ദിവസം LA സ്ക്രീൻ ടെസ്റ്റ്
കിട്ടി കേട്ടോ. LA സ്ക്രീൻ ടെസ്റ്റ് കിട്ടിയപ്പോൾ എനിക്കത് പോസിറ്റീവായിട്ടാണ് ഉള്ളതെന്ന് പറഞ്ഞു. അതെന്ന് വെച്ചാൽ നമ്മളെ എനിക്ക് രക്തം കട്ടിപിടിക്കുന്ന ആ ഒരു ഇതാണ്. അപ്പോൾ എൻ്റെ യൂട്രസിന് ഉള്ളിൽ രക്തം കട്ടിപിടിക്കുന്ന ആ ഒരു ടെൻഡൻസി കൂടുതലാണ്, വേഗം രക്തം കട്ടിപിടിക്കും. അപ്പോൾ ഇങ്ങനെ രക്തം കട്ടിപിടിച്ചുകൊണ്ടേ ഇരിക്കുന്നുണ്ടെങ്കിൽ ഇനി തുടർന്ന് അങ്ങനെ തന്നെ ആയിരിക്കും. അപ്പോൾ കുഞ്ഞിനെ വളരാനായിട്ട് സ്പേസ് കുറവായിരിക്കും നമ്മുടെ യൂട്രസിനുള്ളിൽ. അപ്പോൾ അത് ഒഴിവാക്കാനായിട്ട് നമുക്കൊരു ഇഞ്ചക്ഷൻ സ്റ്റാർട്ട് ചെയ്യണമെന്ന് പറഞ്ഞു, ഹെപ്പാരിൻ്റെ ഇഞ്ചക്ഷൻ. അത് എല്ലാ ദിവസവും, ഇനി ഞാൻ ആ ഡെലിവറി എന്നാണോ നടക്കുന്നത് ആ ദിവസം വരെയും ഇത് കണ്ടിന്യൂസ് ആയിട്ട് എല്ലാ ദിവസവും എടുത്തുകൊണ്ടിരിക്കണമെന്ന് പറഞ്ഞു. എടുക്കുന്ന രീതിയൊക്കെ അവർ കാണിച്ചു തന്നു കേട്ടോ. കൈയുടെ തൊലിപ്പുറത്താണ് എടുക്കാനുള്ളത്. നമ്മൾ ഇൻസുലിനൊക്കെ ചെയ്യുമല്ലോ, അപ്പോൾ അതേ രീതിയിലാണ് എടുക്കാനുള്ളത്. അപ്പോൾ അതൊക്കെ പഠിപ്പിച്ച് തന്നു. പിന്നെ ഡിസ്ചാർജ് ചെയ്ത് വീട്ടിലേക്ക് വന്നു കേട്ടോ. അതിനുശേഷം ഞാൻ എൻ്റെ വീട്ടിലേക്കാണ് വന്നത്. അമ്മയും അച്ഛനൊക്കെ ആയിരുന്നു എടുത്തു തരുന്നത് കേട്ടോ. ഇതെടുക്കുന്ന സമയത്ത് കയ്യിൽ മറിഞ്ഞിരിക്കുമായിരുന്നു എടുക്കുന്നത്. ഒരു ദിവസം ഈ കയ്യിലെടുക്കുകയാണെങ്കിൽ ഒരു ദിവസം ഇപ്പുറത്തെ കയ്യിലെടുക്കും. അപ്പോൾ അങ്ങനെയാണ് എടുത്തുകൊണ്ടിരുന്നത്. അപ്പോൾ എടുത്തുകൊണ്ടിരിക്കുമ്പോൾ ഭയങ്കര അധികം എടുക്കുന്ന സമയത്ത് ഒരു കഴപ്പ് പോലെയാണ് കൈ. അപ്പോൾ എനിക്ക് ഒറ്റയ്ക്ക് എടുക്കാൻ കുറച്ച് ബുദ്ധിമുട്ടായതുകൊണ്ട് അമ്മയച്ഛനായിരുന്നു എടുക്കുന്നത്. അമ്മയ്ക്കെന്ന് വെച്ചാൽ ഇതൊക്കെ ഭയങ്കര പേടിയാണ്, ഇഞ്ചക്ഷൻ എടുക്കുക അല്ലെങ്കിൽ ആരെങ്കിലും മുറിവാണെങ്കിൽ അതൊക്കെ ഭയങ്കര പേടിയായിരുന്നു. പക്ഷേ എനിക്ക് ആ ഒരു വേദന സഹിക്കാനായിട്ട് ആ ഒരു ഇതില്ലാത്തത് കൊണ്ട് വേദന അത്രയും സഹിക്കണ്ടല്ലോ എന്ന് വെച്ചാൽ ആരെങ്കിലും എടുത്തു തരുമായിരുന്നു. അപ്പോൾ ഞാൻ വിചാരിക്കുന്നു ഓക്കെ, ഇതുകൊണ്ട് എല്ലാം സ്റ്റോപ്പായി, ഇനി തുടർന്ന് അങ്ങോട്ട് ഇഞ്ചക്ഷൻ എടുത്ത് പോയാൽ മതി, ബാക്കിയെല്ലാം നോർമലായിട്ട് പോകും എന്നായിരുന്നു എൻ്റെ വിശ്വാസം കേട്ടോ. അപ്പോൾ അതിനിടയ്ക്ക് നമ്മൾ അവിടെ വെച്ച് തന്നെ ഒരു സ്കാനിങ് എടുത്തിട്ടുണ്ടായിരുന്നു. അതിൽ നമ്മൾ വരുന്നതിന് ആ ദിവസം കേട്ടോ, ആ ദിവസം എടുത്തപ്പോഴത്തേക്കും നാസൽ ബോണൊക്കെ വന്നിട്ടുണ്ടോ എന്ന് നോക്കാൻ വേണ്ടിയിട്ടുള്ളൊരു സ്കാനിങ് ആയിരുന്നു. അപ്പോൾ അതിൽ കുട്ടി കമന്ന് കിടക്കുകയായിരുന്നു കേട്ടോ, കമന്നിട്ടാണ് ഉണ്ടായിരുന്നത്. അപ്പോൾ അതുകൊണ്ട് രണ്ടാഴ്ച കഴിഞ്ഞിട്ട് സ്കാൻ ചെല്ലാനായിട്ട് പറഞ്ഞു. അങ്ങനെയാണ് ഞങ്ങൾ വീട്ടിലേക്ക് വന്നത്. പിന്നെ കണ്ടിന്യൂസ് ആയിട്ട് ഇഞ്ചക്ഷൻ എടുത്ത് പോകുമായിരുന്നു. അപ്പോൾ 2 ആഴ്ചയായി. പിന്നെ സ്കാനിങ് പോകുന്നത് മാർച്ച് മാസം 20-ാം തീയതിയാണ്. അപ്പോൾ 20-ാം തീയതി ചെന്ന് സ്കാനിങ്ങിന് കിടക്കുന്നു. അപ്പോൾ സ്കാനിങ് അവർ എടുത്തുകൊണ്ടിരിക്കുന്ന സമയത്ത് ഇത് കണക്ക് ഈ കുഞ്ഞ് തിരിഞ്ഞ് തന്നെയാണ് കിടക്കുന്നത്, നൂരുന്നില്ല. നൂന്നാലേ നമുക്ക് ആ നാസൽ ബോൺ എല്ലാം കറക്റ്റായിട്ട് വന്നിട്ടുണ്ടോ എന്ന് അറിയാൻ പറ്റുള്ളൂ. അവർ കുറേ നോക്കി, പക്ഷേ നൂരുന്നില്ല. പിന്നെ പറഞ്ഞു കുറച്ച് തണുത്ത വെള്ളം ഫുഡ് എന്തെങ്കിലുമൊക്കെ കഴിച്ചിട്ട് വരും, അപ്പോൾ കുഞ്ഞ് ഒന്ന് നൂരും, ആ സമയത്ത് നമുക്ക് എടുക്കാമെന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ ഇങ്ങനെ പുറത്ത് പോയി എന്തോ ഡ്രിങ്ക്സോ ബ്രേക്ക്ഫാസ്റ്റോ എന്തൊക്കെ കഴിച്ചിട്ട് വന്ന സമയത്ത് പിന്നെയും വിളിച്ചു. അപ്പോൾ നമ്മളകത്ത് കയറിയിട്ട് അപ്പോൾ കേട്ടോ, നൂന്നപ്പോൾ കുഞ്ഞിന് നാസൽ ബോൺ വന്നിട്ടില്ല എന്നാണ് പറഞ്ഞത്. അപ്പോൾ ഉടനെ തന്നെ നിങ്ങൾ ഡോക്ടറെ കാണിക്കൂ. സാധാ ആ സമയത്ത് നാസൽ ബോൺ വരാനുള്ളതാണ്, പക്ഷേ കുഞ്ഞിന് വന്നിട്ടില്ല. അങ്ങനെ നമ്മൾ നേരെ പാർവതി ഡോക്ടറിനെ കൊണ്ട് കാണിക്കുകയാണ്. അപ്പോൾ എനിക്കതിനിടയ്ക്ക് 3-ാം മാസത്തിൽ തന്നെ ഡബിൾ മാർക്കർ ടെസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിലൊന്നും ഒരു പ്രശ്നവും ഉണ്ടായിരുന്നില്ല കേട്ടോ. അപ്പോൾ ഇവർ പറഞ്ഞു ലെവൽ 2 സ്കാൻ ചെയ്യണം, അത് തിരുവനന്തപുരം മെട്രോയിൽ മാത്രമേ ഉള്ളൂ എന്ന് പറഞ്ഞു. അപ്പോൾ അങ്ങനെ അതിൽ ആ റിസൾട്ട് അത് ചെയ്യുമ്പോൾ അതിലെന്തെങ്കിലും നാസൽ ബോൺ കണ്ടിട്ടില്ല എന്നാണ് വരുന്നതെങ്കിൽ നമുക്ക് SITയിലേക്ക് റെഫർ ചെയ്യാം, ബാക്കി തുടർന്നുള്ള കാര്യങ്ങളൊക്കെ അവർ പറയുമെന്ന് പറഞ്ഞു കേട്ടോ. അങ്ങനെയാണ്. അപ്പോൾ നമ്മൾ പറഞ്ഞു എന്തായാലും നമുക്ക് SITയിലേക്ക് എന്നാൽ പോവാം, ഇനി എന്തായാലും തുടർന്ന് SITയിലേക്ക് പോകാമെന്ന് തീരുമാനിച്ചു. അങ്ങനെ പിന്നെ തുടർന്നുള്ള അവിടെ നിന്നെല്ലാം എഴുതി വാങ്ങിച്ചുകൊണ്ട് പിന്നെ SITയിലോട്ടാണ് പോകുന്നത് കേട്ടോ. അപ്പോൾ SITയിൽ ചെന്നപ്പോൾ നമ്മൾ ബാക്കിയുള്ളവരെല്ലാം നോക്കിയതിന് ശേഷം അവരവിടെ മെട്രോയിൽ പറഞ്ഞ സ്ഥലത്ത് തന്നെ ഉള്ള സ്കാനിങ് എടുക്കാൻ പറഞ്ഞു കേട്ടോ. അപ്പോൾ മെട്രോയിൽ ചെയ്ത സ്കാനിങ്ങാണിത്. നമ്മൾ തിരുവനന്തപുരം മെട്രോയിൽ ചെയ്തിട്ടുള്ള സ്കാനാണ്. അപ്പോൾ സ്കാൻ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ഇങ്ങനെ പറയുണ്ടായി നാസൽ ബോൺ വന്നിട്ടില്ല എന്ന് തന്നെ പറഞ്ഞു കേട്ടോ. പിന്നെ എൻ്റെ ഹസ്ബൻഡിനെ പങ്കുവിനകത്തേക്ക് കയറ്റിയിട്ട് കുഞ്ഞിങ്ങനെ കാലയ്ക്ക് ഇങ്ങനെ പൊക്കുന്നതും അനങ്ങുന്നതൊക്കെ കാണിച്ചു കൊടുത്തു. എനിക്ക് പറഞ്ഞു ഓക്കെയാണ്, ബേബിക്ക് വേറെ പ്രശ്നമൊന്നുമില്ല, പക്ഷേ നാസൽ ബോൺ വന്നിട്ടില്ല. നോർമലി ഇനി ചിലപ്പോൾ അങ്ങോട്ടേക്ക് വന്നേക്കാം. 100% പറയാൻ പറ്റില്ല, ഒരു 99% കുട്ടിക്കൊരു പ്രശ്നവും ഇല്ല. പക്ഷേ 1% ചിലപ്പോൾ ഭാവിയിൽ കുഞ്ഞിന് എന്തെങ്കിലും ബുദ്ധിമുട്ടുകളോ അല്ലെങ്കിൽ ഓട്ടിസം പോലെ ആ ഒരു രീതിയിലേക്ക് ഉണ്ടോ എന്നറിയാൻ വേണ്ടിയിട്ട് കാരിയോടൈപ്പ് എന്ന് പറയുന്ന ഒരു ടെസ്റ്റ് ചെയ്യാമെന്ന് പറഞ്ഞു. അമിനോ സിന്തസിസ് എന്നാണ് പറയുന്നത്. നമ്മുടെ യൂട്രസിലുള്ള ബ്ലഡ് കുത്തിയെടുത്തിട്ട് ചെയ്യുന്നൊരു ടെസ്റ്റാണ് കേട്ടോ. അപ്പോൾ അങ്ങനെ പറഞ്ഞു വിട്ടു, നിങ്ങളെ ഡോക്ടറെ കണ്ടോളൂ, ബാക്കിയൊക്കെ അവർ പറയുമെന്ന് പറഞ്ഞു കേട്ടോ. നിങ്ങൾക്ക് നല്ല അറിയണം, അങ്ങനെ എന്തെങ്കിലും ഉണ്ടെന്ന് അറിയണമെന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ മാത്രം ഈ ടെസ്റ്റ് ചെയ്താൽ മതി എന്നും പറഞ്ഞു കേട്ടോ. അങ്ങനെ നമ്മൾ ഡോക്ടറിനെ കാണാനായിട്ട് പോവുകയാണ് SITയിൽ. അപ്പോൾ അവിടെ ഈ പഠിക്കുന്ന ജൂനിയേഴ്സ് പിള്ളേരാണ് ഇരിക്കുന്നത് കൂടുതലും. അപ്പോൾ ഈ ടെസ്റ്റിൻ്റെ ഈ റിസൾട്ടുകളെല്ലാം അവരെ കാണിച്ചപ്പോൾ അവർ പറഞ്ഞു
എന്തായാലും നമുക്ക് ആ ഒരു അമിനോസിന്തസിസ് ചെയ്യുന്ന സമയത്ത് നാസബോം വന്നിട്ടില്ല എന്നാണ് പറയുന്നതെങ്കിൽ നമുക്ക് ഇത് അബോർഷൻ ചെയ്ത് കളയേണ്ടി വരും എന്ന് പറഞ്ഞു. 99.9% കുട്ടിക്ക് എന്തെങ്കിലും പ്രശ്നം ഉണ്ടാവാനാണ് ചാൻസ് എന്നാണ് അവർ പറഞ്ഞത്. അപ്പോൾ ഇതൊത്തിരി ലെങ്ത് ആയതുകൊണ്ട് തന്നെ അപ്പോൾ ഇന്ന് ഞാൻ ഇവിടെ വെച്ച് നിർത്തുകയാണ്. ബാക്കി ഡെലിവറി സ്റ്റോറി അടുത്തതിലാണ് ഡെലിവറിയും ബാക്കി ഇതിൻ്റെ ബാലൻസും ഒക്കെ പറയാൻ പോകുന്നത് കേട്ടോ. അപ്പോൾ ടാറ്റ, നെക്സ്റ്റ് പാർട്ടിൽ കാണാം.